ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് ദാനിഷ് ഫറൂഖിനെ കുറിച്ചാണ്. ശരിക്കും ആഷ്ലി വെസ്റ്റ്വുഡിന് കീഴിൽ അടിമുടി ഒരു മാറ്റം വന്നിരിക്കുന്ന ഒരു പ്ലെയർ എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്ന ദാനിഷ് ഇപ്പോൾ ഒരു തേർഡ് സെന്റർ ബാക്ക് ആയിട്ടാണ് ഓൾമോസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എനിക്കറിയാം ആ ഗോൾ കൺസീഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യാം. ബിക്കോസ് രണ്ട് പ്ലേയേഴ്സും ബോൾ വാച്ചിങ് ആണ്. അവിടെ ഫാലു ആയാലും ദാനിഷ് ആയാലും ബോൾ ബാറിലിടിച്ച് വരുന്നു, അവരതിങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. റിൻസ്വാല അവിടെ നിന്ന് വരുന്നുണ്ടെന്നുള്ള ഒരു അവയർനെസ് അവർ കാണിച്ചില്ല. ഒബ്വിയസ്ലി പിന്നെ അവർ വിചാരിച്ചു ഇനി റിൻസ്വാല ഓഫ് സൈഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വർക്കൗട്ട് ആയില്ല, നമ്മൾ അവിടെ ഒരു ഗോൾ കൺസീഡ് ചെയ്തു, അത് ക്ലിയർ ആണ്. പക്ഷെ ആ ഒരു മൊമെന്റ് ഒഴിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദാനിഷ് നൽകിയ ഡ്യൂട്ടി വളരെ ഡീസെന്റ് ആയിട്ട് തന്നെ ചെയ്തു. മെയിൻ ജോലി നോർത്ത് ഈസ്റ്റിന്റെ റണ്ണേഴ്സിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അവര് ഡിഫൻസിന്റെ പിന്നിലോട്ടൊക്കെ റണ്ണ് മേക്ക് ചെയ്യാൻ പോകുമ്പോൾ ആ മാന്റെ കൂടെ നിൽക്കുക, അതാണ് ബേസിക്കലി ദാനിഷ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പ്രാവശ്യം എന്തോ മാത്രമാണ് കറക്റ്റ് ആ ഒരു മാനിനെ ട്രാക്ക് ചെയ്യാൻ പറ്റാണ്ടിരുന്നുള്ളൂ. അല്ലാണ്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ, വളരെ നീറ്റ് ആയിട്ട് തന്നെ ആ ജോലി ദാനിഷ് ചെയ്തു. നിങ്ങൾ പണ്ട് തൊട്ട് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ദാനിഷിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം, ഒരു അഡ്വാൻസ്ഡ് റോളിൽ ഒരു ക്രിയേറ്റീവ് പ്ലെയർ ആയിട്ട് കളിക്കാനുള്ള ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ദാനിഷിനില്ല. ഡീപ്പായിട്ട് കളിക്കുകയാണെങ്കിൽ ആ ഒരു ഡിസിപ്ലിൻ ഇല്ല ദാനിഷിന്. പലപ്പോഴും ആ ഒരു പൊസിഷൻ കീപ്പ് ചെയ്ത് കളിക്കാനും അതുപോലെ തന്നെ നല്ല നല്ല തീരുമാനങ്ങൾ ലൈക്ക് റാഷ് ആയിട്ട് പെരുമാറാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു ക്വാളിറ്റി ദാനിഷിൽ ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ വെസ്റ്റ്വുഡ് വന്നതിന് ശേഷം ആ ഒരു ഡിസിപ്ലിൻ ഫാക്ടറിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് നമുക്കറിയാം ഒരു പ്ലെയറിന്റെ ബെസ്റ്റ് പുറത്തെടുക്കാൻ കഴിവുള്ളൊരു കോച്ചാണ് വെസ്റ്റ്വുഡ്. ആൻഡ് ഡിസിപ്ലിൻ പുള്ളിക്ക് ഒരു നമ്പർ 1 പ്രയോറിറ്റിയാണ്. പുള്ളി എല്ലാ പ്ലേയേഴ്സിനെയും ഭയങ്കര ഡിസിപ്ലിൻഡ് ആക്കും. പുള്ളിക്ക് ഒരു റിജിഡ് സ്ട്രക്ചർ ഉണ്ട്. പുള്ളി എങ്ങനെ കളിക്കണം, പുള്ളിയുടെ ടീമുകൾ എന്തൊക്കെ ചെയ്യണം, ഓൺ ദ ബോളും ഓഫ് ദ ബോളും എങ്ങനെ പൊസിഷൻ ചെയ്യണം, ഏതൊക്കെ ഏരിയാസിലോട്ട് പ്ലെയേഴ്സിന് മൂവ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ളൊരു റിജിഡ് സ്ട്രക്ചറാണ് പുള്ളിയുടെ കാര്യങ്ങൾ. പുള്ളിയുടെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ഡിഫെൻസീവ് സോളിഡിറ്റി, പിന്നെ അറ്റാക്ക് ചെയ്യുക, കൗണ്ടർ അറ്റാക്ക് ചെയ്യുക, അതുപോലെ തന്നെ ബ്രേക്കിൽ ടീംസിനെ ഹേർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ തന്നെയാണ് പുള്ളിയുടെ ഒരു കോച്ചിങ് സ്ട്രാറ്റജി. സെറ്റ് പീസുകൾ നല്ലോണം ഉപയോഗിക്കുക. ആൻഡ് ദാനിഷിന്റെ ഡിസിപ്ലിൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വെസ്റ്റ്വുഡ് ഓവർ ടൈം വർക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലെ ഡ്രിങ്ക്സ് ബ്രേക്കിനും വെസ്റ്റ്വുഡ് കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയൊക്കെ കളിക്കണം, അല്ലെങ്കിൽ എന്താണ് പുള്ളി ഈ പ്ലെയറിൽ നിന്ന് ഈ റോളിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ കുറെ കാര്യങ്ങൾ അവൾ ചർച്ച ചെയ്യുന്ന പോലെ തോന്നി. ശരിക്കും അവിടെ ഒരു മാൻ മാനേജ്മെന്റ് സംഭവിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്കുള്ളത്. ശരിക്കും ദാനിഷിന് ഇങ്ങനെ ഒരു റോള്, ബിക്കോസ് കാറ്റലയുടെ കീഴിലോ ഇതിനു മുമ്പ് സ്റ്റാറയുടെ കീഴിലോ ഒന്നും നമ്മൾ ഇങ്ങനത്തെ ഒരു റോള് ദാനിഷ് കളിക്കുന്നത് കണ്ടിട്ടില്ല. ഒബ്വിയസ്ലി വെസ്റ്റ്വുഡ് എന്തോ ഒരു ക്വാളിറ്റി ഈ പ്ലെയറിൽ കണ്ടിട്ട് ആ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു റോളിൽ കളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ കളിയുടെ മെജോറിറ്റി സമയവും അത് വർക്ക് ചെയ്തു എന്നുള്ളതാണ്. അത്